ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് പാചകം എന്നുള്ളൊരു കലയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്രെഡും പഴവും മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സാണ് റെഡിയാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഏത് കുട്ടികളാണെന്ന് വിചാരിക്കേണ്ട, എൻ്റെ മക്കളും പിന്നെ അതുപോലെ വീട്ടിലുള്ള കുറച്ച് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. കാരണം കുട്ടികൾക്ക് നല്ല ഹെൽത്തി റെസിപ്പിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു സ്നാക്സിന് ഞാനിട്ട പേര് ബ്രെഡ് ബനാന പിസ്സ എന്നാണ്. ആദ്യം തന്നെ നമ്മൾ ബനാന ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നെയ്യിൽ ഇങ്ങനെ വാട്ടി കൊടുക്കുക. എന്നിട്ട് 2 മുട്ടയാണ് കേട്ടോ ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. 2 മുട്ട ഇതുപോലെ ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് കുറച്ച് പാല് കൂടെ വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് ബ്രെഡ് ഇതേപോലെ ഇങ്ങനെ നമ്മൾ പിച്ചി ചീന്തി ഇടുന്ന പോലെ തന്നെ കേട്ടോ ഇടുന്നത്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഇതിലേക്ക് നന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബ്രെഡ് ഇങ്ങനെ പിച്ചി ചീന്തിയിടുന്നതിനേക്കാൾ നല്ലത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും കേട്ടോ. കാരണം നമുക്ക് അതിനേക്കാൾ ബെറ്റർ ഈ ഒരു ഓപ്ഷനാണ്. കാരണം ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ചെറിയൊരു ഇങ്ങനെ ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു സോഫ്റ്റ് ആൻഡ് പഫി ആയിട്ട് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടത് വരേണ്ടത്. അപ്പോഴേക്ക് നമ്മുടെ പായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ആ ഒരു കൂട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെള്ളം എള്ളു കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സിമ്മ് കിടന്ന് കുറച്ച് നേരത്തൊന്ന് വേവട്ടെ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിടുക കേട്ടോ. നമ്മുടെ പഴവും അതൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി ഒന്ന് ചെറുതായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അടുപ്പത്ത് സിമ്മിൽ കിടന്ന് വേവിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ കുറച്ച് സമയം എടുക്കും. അതുപോയൊക്കെ മക്കൾ അവിടെ ഭയങ്കര കച്ചറയാണ് കേട്ടോ, ആയിട്ടില്ലേ എന്ന് വെച്ചാണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കളൊക്കെ നന്നായിട്ട് കഴിച്ച് അത് ഒന്നുണ്ടാക്കി തികഞ്ഞില്ല കേട്ടോ. അവസാനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടാമതും കൂടി ഉണ്ടാക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ പാഷനായ ഡിസൈനിങ് കലയെ നിങ്ങൾ അംഗീകരിച്ചതുപോലെ ഈ ഒരു പാചകം എന്ന കലയും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ അതുപോലെ സ്ക്വയർ ടൈപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്കും കുട്ടികൾക്കും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ. എന്നാൽ പിന്നെ മറക്കല്ലേ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ. Thank you for watching.